പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസം, പ്രത്യാശ, ശരണം എന്നീ പുണ്യങ്ങളിലേക്ക് ഞങ്ങൾ വിളിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന മാത്രപ്രതങ്ങയ്ക്ക് നന്ദി പറയും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും അവർ നൃത്തം ചെയ്തില്ല. വിലാപഗാനം ആലപിച്ചു, എങ്കിലും അവർ വിലപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ എന്നാണ് പറയുക. കർത്താവിനെ വിമർശിച്ചു, സ്നാപയോഹന്നാനെ വിമർശിച്ചു, തിന്നുന്നവനും കുടിക്കുന്നവനുമെന്ന യേശുവിനെ വിമർശിച്ചപ്പോൾ കുടിക്കാത്തവനും ഭക്ഷിക്കാത്തവനുമെന്ന് യോഹന്നാനെ വിമർശിച്ചു. എന്ത് ചെയ്താലും വിമർശനം ഉയർത്തുന്ന ഒരു ജനതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം. മദ്യപാനം, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്നാണ് യേശുവിനെ വിളിച്ചത്. അവൻ ചെയ്ത നന്മകളൊന്നും അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അവനിൽ തിന്മ നിരോപിച്ചുകൊണ്ട് അവനെ തകർക്കാനായിട്ടാണ് അവർ ആഗ്രഹിച്ചത്. കാരുണ്യവാനായ കർത്താവെ, ഇന്നിതാ നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ നീ തന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നിന്നുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് വീണ്ടെടുക്കണമേ. നിൻ്റെ കൃപയും ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തു തന്ന എല്ലാ കൃപകളെയും ഓർത്തുകൊണ്ട് ഞാനങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്രതങ്ങയ്ക്ക് നന്ദി പറയുന്നു. കൃപകളിലുന്നതനായ കർത്താവെ, ഇന്നേ ദിനം ദാനമായി നൽകിയ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് അവരെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വരൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ.